മതം മതിലല്ലെന്നറിയൂ നീ സോദര, അത് മാനവ സ്നേഹത്തിൻ താഴ്വര. മതം മതിലല്ലെന്നറിയൂ നീ സോദര, അത് മാനവ സ്നേഹത്തിൻ താഴ്വര. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് കൈരളി പട്ടുറുമാൽ പരിപാടികളുടെയും മീഡിയ 14 രാവിന്റെയും ജഡ്ജസും മാപ്പിളപ്പാട്ടിന്റെ നിരൂപകൻ കൂടിയായിട്ടുള്ള ശ്രീ ഫൈസൽ എളേറ്റി സ്നേഹാദരവോടെ സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. കോൽക്കളി സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഈ ചിലമ്പൊലി എന്ന പേരിലൊരു മത്സരം സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടും സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം ഞാൻ മലബാറിൽ നിന്നാണ് വരുന്നത്, കോഴിക്കോടാണ് എൻ്റെ നാട്. പല മത്സരങ്ങളും ഇപ്പോൾ സ്കൂൾ തല മത്സരങ്ങളിലേക്കൊക്കെ ഒതുങ്ങിപ്പോയ ഒരു കാലഘട്ടമാണ്. പണ്ടൊക്കെ നാട്ടിൽ ഇതേപോലെയുള്ള സാധാരണക്കാരുടെ കൂട്ടായ്മകളാണ് ദഫ്മുട്ട്, കോൽക്കളി പോലെയുള്ള കലകളെ നിലനിർത്തിയത്. പക്ഷെ നാട്ടിലുള്ള, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, പഴയ ആളുകളൊക്കെ ഒരുപാട് സമയമുണ്ടായിരുന്ന കാലത്ത്, കാർഷിക വൃത്തിയുമായി നടന്ന കാലത്ത്, അവരുടെ വിനോദത്തിന്, വിജ്ഞാനത്തിന്, കൂടിയിരിക്കലിന്, ഒരുമിച്ച് തരലിനൊക്കെ ഒരായാസം എന്നതിന് വേണ്ടിയാണ് ശരിക്കും കലകളൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് കലകൾ അഭ്യസിച്ചത്. കോൽക്കളിക്കൊക്കെ ഏറെ സമയം വേണം. ആ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ കോൽക്കളികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെ കോളേജ്, സ്കൂൾ തല മത്സരങ്ങൾക്ക്, ഔദ്യോഗിക മത്സരങ്ങൾക്ക് പുറത്ത് ഇതേപോലെയുള്ള 11 ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടും തരത്തിലേക്ക് ഒരു കോൽക്കളി മത്സരം ചിലപ്പോൾ എൻ്റെ നാട്ടിൽ ഇതുപോലെ ഇന്ന് നടന്നു എന്ന് വരില്ല, സാധിക്കില്ല. കാരണം ആളുകളൊക്കെ വലിയ തിരക്കിലാണ്. അതിനിടയിലും ഒരു പാരമ്പര്യ കലയെ നിലനിർത്താൻ വേണ്ടി എറണാകുളം ജില്ലാതല കോൽക്കളി മത്സരം സംഘടിപ്പിക്കാൻ വന്ന ഈ ഒരു ബിസ്മില്ല കോൽക്കളി സംഘത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതൊരു വലിയ സാഹസമാണ് ഇക്കാലത്തെ, അതുകൊണ്ടത് വിശേഷിച്ച് പറയുന്നത്. കോൽക്കളി നമുക്കറിയാം, മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാതരം ഏത് സമൂഹത്തിൻ്റെ ഇടയിലും ഇതേപോലെയുള്ള കലകളൊക്കെ ഉണ്ട്. യാക്കൂബ് നബിയുടെ കാലത്ത് ആടിനെ മേക്കാൻ പോകുന്ന ഇടയന്മാർ, അവര് ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുന്ന മരുഭൂമിയിലൂടെ ഇങ്ങനെ ആടിനെയോ അല്ലെങ്കിൽ മറ്റ് കാലികളെയോ മേയ്ക്കുന്ന സമയത്ത് ആയാസം ലഭിക്കുന്നതിന് വേണ്ടി കയ്യിലുള്ള 2 വടികൾ തമ്മിൽ ഇങ്ങനെ കൊട്ടിക്കൊട്ടി അത് താളക്രമത്തിലാവുന്ന ഒരു കല അറേബ്യൻ നാടുകളിലുണ്ട്. കലകളെന്ന് പറഞ്ഞാൽ ഏത് നാടുമായിട്ട് പരസ്പരം സമന്വയത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് കൊടുക്കൽ വാങ്ങലുകളാണ്. കേരളത്തിലേക്ക് മതങ്ങളൊക്കെ കടന്നു വന്നത് അങ്ങനെയാണ്, സാംസ്കാരിക സമന്വയമാണ്. ഇസ്ലാം കേരളത്തിലേക്ക് മാലിക് ദിനാറും സംഘവും കൊണ്ടുവന്ന കാലം മുതൽ വലിയ സമാധാനത്തിലും സ്നേഹത്തിലുമാണ് നമ്മളിവിടെ കഴിഞ്ഞു വന്നത്. കൊടുങ്ങല്ലൂരിൽ ഈ സംഘം വന്ന സമയത്ത് അവർ സ്വീകരിച്ചത് ഇവിടെയുള്ള രാജാക്കന്മാരും ഇവിടെയുള്ള ദരിദ്രരും ധനികനും ജന്മിയും കുടിയാനും പണ്ഡിതനും പാമരനും എല്ലാവരും ചേർന്നാണ്. ഇവിടെ ജാതിയോ മതമൊന്നും ഉണ്ടായിരുന്നു. ആ സംഘത്തിൻ്റെ കൂട്ടത്തിൽ സ്ത്രീകളുണ്ടായിരുന്നില്ല. സ്വന്തം സഹോദരിമാരെയും മക്കളെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ അന്ന് ലവ് ജിഹാദിൻ്റെ പേര് ആരും പറഞ്ഞിട്ടില്ല. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ദൗത്യ സംഘത്തോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കുമെന്ന് ആലോചിക്കേണ്ടതാണ്. അങ്ങനെ ഇവിടെ രൂപപ്പെട്ടു വന്ന ഒരു സമൂഹമാണ് ഇവിടെ സാംസ്കാരികമായി വലിയ മാറ്റമുണ്ടാക്കിയത്. ഇവിടെ തന്നെ ജീവിച്ച് ഇവിടെ തന്നെ മരിക്കാൻ തീരുമാനിച്ച ഒരു സമൂഹത്തിൻ്റെ സമാധാന ജീവിതത്തിൻ്റെ ബാക്കി പത്രമാണ് ഈ കലകളൊക്കെ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പണ്ടൊരു പാട്ടുകാരൻ പറയുന്നത്, പാരില്ലിസ്ലാമുദിത്തുള്ള കാലത്ത് പാരന്മാരേബ്യയിൽ കണ്ട വെളിച്ചത്തെ ചേരമ തമ്പുരാൻ തേടിപ്പോയി മക്കത്തെ അന്നേ കപ്പലുകൾ വന്നേ ഇസ്ലാമിൻ ജ്യോതി മതനീതി അവർ ഓതി ഖുർആനും എത്തി കൊടുങ്ങല്ലൂരും പിന്നെ മറ്റുൾ പ്രദേശത്തിലും. പഴയ കോൽക്കളിയിലൊരു പാട്ടാണ്. അതിനടുത്ത വരി പറയുന്നുണ്ട്, അന്ന് തൊട്ടിന്നോളവും മലയാള മണ്ണിന അഭിമാനം കാത്തവർ പൊന്നായ നാടിനെ കീഴമർത്തുവാൻ വന്നവരോട് ഏറ്റുപൊരുതവർ. ഈ മണ്ണിൽ ജീവിച്ച് ഇവിടെ തന്നെ മരിക്കണം തീരുമാനിക്കുകയും ഈ നാടിനെ എതിർക്കാൻ വന്ന ശക്തികളെയൊക്കെ വലിയ ആവേശത്തോടു കൂടി
തടുത്തു നിർത്തുകയും ചെറുത്തു നിൽക്കുകയും ചെയ്തൊരു സമൂഹമാണ് നമ്മുടെയൊക്കെ മുൻഗാമികൾ. അവിടെ ജാതിയും മതവും ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും ഒരുമിച്ചായിരുന്നു ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രമൊന്നുമല്ല, ഹൈന്ദവ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരുപാട് വിവിധ ശൈലിയുള്ള കോൽക്കളിയുണ്ട്, ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ പോലെ നമ്മുടെ വിനോദമാണ്, നമ്മുടെ കൂടിയിരിക്കലാണ്. ഇങ്ങനെയൊക്കെ നിങ്ങളെയൊക്കെ ഇവിടെ കൂടിയിരിക്കാൻ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ സാധിച്ചത് ഈ സംഘാടകർക്ക് ഈ കോൽക്കളി എന്ന കലയോട് നമ്മുടെ ആവേശമാണ്. ഈ കലാപരിപാടികൾ സംഘടിപ്പിക്കുന്ന സദസ്സിൽ അങ്ങനെയാണ്, അവിടെ എല്ലാവരും ഉണ്ടാവുന്നതാണ്. അങ്ങനെയാണ് ഇവിടെ ഈ കലകൾ നമ്മോട് സംസാരിക്കുന്നത്. കലകൾ എപ്പോഴും മാനുഷിക മൂല്യങ്ങളെയും മാനവിക മൂല്യങ്ങളെയുമാണ് മുന്നോട്ട് വെച്ചത്. നമ്മളൊക്കെ അങ്ങനെയാണ്, മനുഷ്യരെ ഒന്നായി. പണ്ടൊക്കെ ഇപ്പോൾ മലബാറിൽ മാപ്പിളപ്പാട്ടൊക്കെ സജീവമായി ഉണ്ടായിരിക്കാം, മലബാറിലോ അല്ലെങ്കിൽ കേരളത്തിലോ മുസ്ലിങ്ങൾക്കിടയിലൊക്കെ അന്ന് പറയായിരുന്നു. ഇന്നതൊന്നുമല്ല, ഇന്നങ്ങനെ പ്രത്യേക പ്രദേശത്തൊന്നുമല്ല, ഇന്ന് എല്ലാവരുടെയും കലയാണ്. എല്ലാ സമൂഹത്തിൻ്റെയും, ഒരു ജാതിയുടെയോ മതത്തിൻ്റെയും കലയല്ല, എല്ലാവരും ഈ കല. അതാണ് കലകളുടെ ഏറ്റവും വലിയ ചൈതന്യം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും ആവിഷ്കരിക്കുന്ന ഒരു ഘട്ടമായിരുന്നു നമുക്ക് മുമ്പൊക്കെ ഈ കലകളുണ്ടായിരുന്നു. എത്ര പെട്ടെന്നാണ് മനുഷ്യനെ ഇത് സ്വാധീനിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പ്രാർത്ഥനാ നിർഭരമായ ഖിറാഅത്തോടു കൂടിയാണ് ഈ പരിപാടി ആരംഭിച്ചത്. ഞാൻ ആലോചിക്കുകയാണ്, ഇങ്ങനെ പ്രാർത്ഥനാ നിർഭരമായ സദസ്സിലാണ് നമ്മൾ കലകൾ അവതരിപ്പിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തെ ഏറ്റവും ബാധിക്കുന്ന ഒരു കാര്യമാണ് ആത്മീയത എന്ന് പറയുന്നത്. ഒരു പ്രസംഗത്തെക്കാൾ 2 വരി ഏറെ സ്വാധീനിക്കും. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മനോഹരമായി ചില കവികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. വട്ടം കറങ്ങുന്ന ഗോളങ്ങൾ, വിണ്ണിൽ വെട്ടിത്തിളങ്ങുന്ന താരങ്ങൾ, മണ്ണിൽ വെട്ടം ചൊരിയുന്ന ദീപങ്ങൾ, പൊട്ടിത്തകേരാതെ മുട്ടിപ്പിളരാതെ സൃഷ്ടിച്ചത് ഈ മണ്ണിലാരാണ്. ഈ വരി ഒരു വലിയ പ്രസംഗത്തെക്കാൾ വലിയ നമ്മളെ സ്വാധീനിക്കും. മിന്നിത്തിളങ്ങും മിന്നാമീനും നിന്റെ കൂട്ടമെന്നോണം വിണ്ണിലിരുന്നു വികൃതി കളിക്കും താരങ്ങൾ, മണ്ണിനു മീതെ ദീപാലങ്കൃതമായൊരു മംഗലപന്തൽ, തന്നിൽ കെടാതെ കറങ്ങി തിളങ്ങും ഗോളങ്ങൾ. ആകാശത്ത് ഇങ്ങനെ മംഗലപ്പന്തൽ, കല്യാണപ്പന്തലിൽ ബൾബുകളൊക്കെ ഇങ്ങനെ വിധാനിച്ചതുപോലെ ഈ ലോകത്തെ ഇങ്ങനെ വിധാനിച്ചതാരാണ്? കണ്ണുകളൊന്ന് വിഹായസ്യം വിരിമാറത്തേക്ക് തിരിക്കണം. മുതിർന്ന ആളുകളൊക്കെ ഈ പാട്ട് കേട്ടാണ് പറയുന്നത്. ഇത്തരം പാട്ടുകൾ നമ്മുടെ എല്ലാം നമുക്ക് ഈ പാട്ടും കലയൊക്കെ ആയിരുന്നു. പ്രവാചക ജീവിതം നമ്മൾ കൂടുതൽ പഠിച്ചത് കവിതയിലൂടെയും പാട്ടിലൂടെയും തന്നെയാണ്, അല്ലേ? ഞാനത് വിശദീകരിക്കുന്നില്ല. എത്രയെത്ര പാട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. എത്ര മനോഹരമായ പാട്ടുകളാണ് മുൻഗാമികൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു വെച്ചത്. കതിർഗത്തും റസൂലിന്റെ തിരുറൗള ശരീഫന്റെ കരൾ കൊണ്ട് കാണി കാണാൻ വിധി കൂട്ടല്ല, വിധി കൂട്ടല്ല. അതൊരു വരിയുണ്ട്. മാനവ സംസ്കാര സംശുദ്ധ സിദ്ധാന്തം ലോകത്തിനേകിയ. ഇങ്ങനെയൊക്കെ എത്രയോ പാട്ടുകൾ ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയുന്നില്ല. ചരിത്രം നമ്മൾ പഠിച്ചിരുന്നത് ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ത്യാഗനിർഭരമായ ചരിത്രമൊക്കെ നമ്മളെ പാട്ടുകളിലെ കേട്ടത്, അല്ലേ? നൽകിയോരോമന കുഞ്ഞിനു നറുമണമുള്ളൊരു പൂവിനു തുല്യം നലവർ നബി മുത്ത് മണത്ത് വളർത്തി വരും നാളിൽ കണ്ടൊരു സ്വപ്നത്തിൽ കിരുകിടഞ്ഞെട്ടി വിറച്ചു ഖലീലുള്ള ഇബ്രാഹിം നബിറയോനിൽ ഇടതടവില്ലാതിര പകലൊരു പോൽ ഇരുകൈകളുമേന്തി കൊണ്ടൊരു കുഞ്ഞിനു പ്രാർത്ഥിച്ചു. ഫലമായി ഇസ്മായിൽ നബിയുടെ ജനനം ഹാജറയിൽ നൽകി. ഇതൊക്കെ ഒരു കാലത്ത് ഈ കഥ ചരിത്രത്തെ നമ്മൾ പഠിച്ചത് അങ്ങനെയാണ്. ഇപ്പോഴും ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഈ കലയെ നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നതാണ്. ഒരുപാട് യൂസഫ് നബിയുടെ കഥ, ബിലാലിന്റെ ചരിത്രം, പാടി ബിലാൽ എന്ന പൂങ്കുയില് പണ്ട് പാവനദീനിൻ തേനിശല്. ഇപ്പോ ചരിത്രം എന്ന് പറയുമ്പോൾ മത ചരിത്രം മാത്രമൊന്നുമല്ല. വീരാങ്കോയ മക്കൾക്ക് സ്വാഗതം. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഗുരുക്കളാണ് വീരാങ്കോയ ഗുരുക്കൾ. അദ്ദേഹത്തിന്റെ വിധികർത്താവാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മനുഷ്യ സമൂഹത്തിൻ്റെ ഇടയിൽ. ചരിത്രം പഠിപ്പിച്ചത് ഈ മതചരിത്രമൊന്നുമല്ല, നമ്മുടെ നാടിൻ്റെ ചരിത്രം അങ്ങനെയല്ല.
2018 19 വെള്ളപ്പൊക്കം ഉണ്ടായി. വെള്ളപ്പൊക്കം ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇതിനും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. 924 ഉണ്ടായിട്ടുണ്ട്, 905 ഉണ്ടായിട്ടുണ്ട്, 964 ഉണ്ടായിട്ടുണ്ട്. ഈ വെള്ളപ്പൊക്കത്തെ കുറിച്ചൊക്കെ മലയാള സാഹിത്യത്തിൽ തകഴിയുടെയും മാധവിക്കുട്ടിയുടെയും നോവലുകളൊക്കെ നിങ്ങൾക്ക് പരാമർശം കാണാം. എന്നാൽ വെള്ളപ്പൊക്കത്തിന്റെ ഇതിൽ എത്ര പാട്ടുപുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയുന്നത്. 906 വെള്ളപ്പൊക്കത്തെ കുറിച്ച് തൂഫാൻ മാല എന്നൊരു പാട്ടുണ്ടായിരുന്നു. 924 വെള്ളപ്പൊക്കത്തെ കുറിച്ച് മുണ്ടമ്പ്ര ഉണ്ണി മുഹമ്മദ് പാട്ട് എഴുതിയിട്ടുണ്ട്. 964 വെള്ളപ്പൊക്കത്തിൽ പിടിക്കോട്ടിൽ എതിരെതിയാണ് ഉണ്ടനർത്ഥം കേരളം മറ്റു പുരികളെല്ലാം കൊല്ലം 136 വെള്ളപ്പൊക്കം കൊണ്ടുള്ള ആപത്ത് പിന്നഞ്ഞല്ലോ വളരെ ഈ കാലത്ത്. പാട്ടുകൾ നമ്മളെ ചരിത്രം പഠിപ്പിക്കുകയാണ്. എങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. നമ്മളെ ഉപദേശിക്കുന്നില്ലേ പാട്ടുകളൊക്കെ ആലോചിച്ചത്? മതപ്രബോധനമൊക്കെ നടത്തി ഉപദേശിക്കുക. പാതിരയോളമുറക്കമൊടിഞ്ഞ് നടക്കല് നന്നല്ല. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കേട്ട പാട്ടാണ്. പാതിരയോളം ഉറക്കൊഴിഞ്ഞ് നടക്കൽ. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഇത് ആവശ്യം. എൻ്റെ നാട്ടിലൊക്കെ വൈകുന്നേരം 6 മണിക്കാണ് ഹോട്ടലുകൾ തുറക്കുക. ഇപ്പോൾ സുബഹിക്ക് അടക്കുകയും ചെയ്യും. എന്തിനായി തുറക്കുന്നത് വെച്ചാൽ ഈ രാത്രി ഉറക്കൊഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ നമ്മളൊക്കെ തയ്യാറായതുകൊണ്ടാണ്. അപ്പം ഞാൻ ഈ പാട്ട് ഇങ്ങനെ ഓർക്കും. പാതിരയോളമുറക്കമൊടിച്ച് നടക്കല് നന്നല്ല, നന്നല്ലാത്തത് നന്നോർത്ത് നടക്കല് നന്നല്ല. ഈ പാട്ടുകളൊക്കെ നമ്മുടെ കൂടെ വരുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ആലോചിച്ചൊക്കെ എത്ര മനോഹരമായിട്ടാണ്. ചീട്ട് കളി കൊണ്ട് വീട്ടിനെ പട്ടിണിയാക്കല്ലേ. പണ്ടങ്ങനെ. ഇപ്പൊ ചീട്ടുകളിയൊന്നും പറയാൻ പോരാ. ഇപ്പൊ വേറെ പബ്ജി എന്ത് കളിയെന്ന് എനിക്കറിയില്ല. കണ്ടത് കാണാതായല്ലോ, കാണാത്തത് കുറെ കണ്ടല്ലോ, കാണാനിനിയും പലതുണ്ടെന്നൊരു കാലമായി പോയല്ലോ. ഇതൊക്കെ പഴയകാലത്തെ പാട്ടുകളാണ്. എന്താണ്? പച്ചക്കള്ളം പറഞ്ഞിട്ട് നടത്തണ കച്ചവട മരുതേ, 10 11 പലിശയെടുത്തിട്ട് പറ്റിക്കലു മരുതേ, വെള്ളം മലിനപ്പെടുത്തല്ല, വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കല്ല. പാട്ട് പറയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് മണിക്കൂറുകൾ സംസാരിക്കാനുണ്ടാവും. പാട്ടും ചരിത്രമൊക്കെ പറയാനുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ അവസാനിപ്പിക്കുക. കാരണം കോൽക്കളിയാണ്. 11 ടീം കോൽക്കളി കളിക്കണം. അതിനോടനുബന്ധിച്ച് അനുബന്ധ പരിപാടികൾ വേറെയുണ്ട്. ഞാനൊരു കാര്യം കൂടി പറയാം. കലകൾ സംസാരിക്കുന്നത് മനുഷ്യരോടാണ്. ഇവിടെ മറ്റ് ജാതിയോ പ്രദേശത്തിൻ്റെ വിഷയമൊന്നുമില്ല. പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ നാട്ടിൽ ഈ ധർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് കലകൾ. പുതിയ കാലത്ത് ഈ സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എന്തെല്ലാം സ്ഥലത്ത് പണ്ടൊക്കെ ഒരു പാട്ട് പാടണമെങ്കിൽ കേൾക്കണമെങ്കിലൊക്കെ എത്ര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഗ്രാമഫോണിൽ കൂടെ പോയി വാങ്ങണം. ഈ മണ്ണ് അതിൻ്റെയൊക്കെ ഒരു മണ്ണാണെന്ന് എനിക്കറിയാം. ഇവിടെ ഒരുപാട് കലാകാരന്മാരുടെ മണ്ണാണ്. എറണാകുളം MA മജീദ് കെയുടെ മണ്ണാണ്. കൊച്ചിയില് അങ്ങനെ മെഹബൂബിന്റെ മണ്ണാണ്. ഫാരിഷ ഖാൻ ഈ അടുത്ത് ഇവിടെ പിന്നെ ആലുവക്കടുത്തല്ലേ ജീവിച്ചത്. വലിയ പാട്ടായിരുന്ന ആളുകൾ. ഈ അടുത്ത് മരണപ്പെട്ടു പോയ ഏറെ പ്രിയങ്കര നദീർ ഹംസക്കയുടെയൊക്കെ നാടാണ് കാക്കനാട് എന്നൊക്കെ പറഞ്ഞത്. ഒരുപാട് കലാകാരന്മാർ ഇവരൊക്കെ ഈ നാട്ടിൽ വലിയ വലിയ സലീം രാജ് പോലെയുള്ള കലാകാരന്മാരൊക്കെ വലിയ ധർമ്മങ്ങൾ നിർവഹിച്ചു. ഇപ്പോഴും പെരുമ്പാവൂർ ഇബ്രാഹിമിനെ പോലെയുള്ള മേളം ഇബ്രാഹിമിനെ പോലെ ആളുകളൊക്കെ ഇവിടെയുണ്ട്. എല്ലാ നാട്ടിലും ഇങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത് കാലത്തോടാണ് സംസാരിച്ചത് എന്നാണ്. നമുക്കിന്നെല്ലാ അവസരങ്ങളും ഉണ്ടായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നുണ്ടോ? ഒരു യൂട്യൂബിൽ നിങ്ങൾക്ക് ഈ സദസ്സിൽ എത്ര പേർക്ക് ചാനലുകളുണ്ട്? നമുക്കൊരു പാട്ട് പാടി 25-30 ലക്ഷം ആളുകളെ കാണാൻ കേൾപ്പിക്കാനും സാധിക്കും. പക്ഷെ മര്യാദയ്ക്ക് പാട്ട് നമ്മൾ അവതരിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഞാനിവിടെ ഉദാഹരണമായി പാടിയ പാട്ടുകൾ നമ്മുടെ മനസ്സിലുള്ള പാട്ടുകളാണ്. അതിന് കാരണം എന്താ അറിയുമോ? അത്രയ്ക്ക് സൂക്ഷ്മമായിട്ട് അവർ അത് എഴുതി എന്നുള്ളത് കൊണ്ടാണ്, പാടി എന്നുള്ളത് കൊണ്ടാണ്. നമ്മളൊക്കെ കാലത്ത് എത്ര പാട്ട് ഇങ്ങനെ നിലനിൽക്കുന്ന വിധം പുറത്തിറങ്ങുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. അതിന് കലകൾ മനുഷ്യരുമായി ബന്ധമുള്ളതാവണം, ജീവിതവുമായി ബന്ധമുള്ളതാവണം. സ്ത്രീധനം പോലെയുള്ള ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് സമരത്തെക്കുറിച്ച് പാട്ട് എഴുതിയത് അല്ലേ? നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏറ്റുമുട്ടുവാൻ. നാട്ടുകാർ തൻ ചോരയാൽ തടിച്ചു വീർത്ത ബ്രിട്ടനെ, നാട്ടിലുള്ള ജന്മിമാരെ പാട്ടിലാക്കിയ ദുഷ്ടനെ. അവസാനം പറയാണ് ഇച്ചിക്കുത്തിന്റെ പ്രതിമക്കെതിരെ പാട്ടാണ്. മലബാറിലെ സമരക്കാരെ കൊല്ലാൻ നേർന്നില്ല ഇച്ചിക്കുത്തിന്റെ സമരക്കെതിരെ. രാജ്യസ്നേഹം വീറുകൊണ്ട കൂട്ടരുണ്ട് ഈ നാട്ടില്, രക്ഷ വേണമെങ്കിൽ മണ്ടിക്കോട്ട വേരിംഗ്ലണ്ടില്. ആളുകൾ പാട്ട് കേട്ട് പൊളിക്കാൻ പോയി പ്രതിമ.
ഈ പാട്ട് എഴുതിയത് കമ്പളത്ത് ഗോവിന്ദൻ നായരാണ്. മാപ്പിളപ്പാട്ട് അത് നാട്ടിലുണ്ടാക്കിയ ചലനം ചെറുതല്ല. അദ്ദേഹത്തെ സർക്കാർ ജോലിയിൽ പിരിച്ചുവിട്ടു. കാലങ്ങൾക്ക് ശേഷം, സ്വാതന്ത്ര്യത്തിന് ശേഷം അദ്ദേഹത്തിന് ജോലി കിട്ടിയത്. 1983 അദ്ദേഹം മരിച്ചത്. എത്രയോ കലാകാരന്മാർ ഇങ്ങനെ ഇതിനോട് ത്യാഗം ചെയ്തിട്ടുണ്ട്. നമ്മളാരും അറസ്റ്റ് ചെയ്യാനെന്ന് തോന്നുന്നില്ല. നമുക്കിവിടെ പ്രശ്നങ്ങളുമില്ല. പ്രശ്നങ്ങളൊക്കെ മറ്റു കാര്യങ്ങളാണ്, അതിവിടെ ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ നല്ലൊരു പാട്ട് പാടുന്നുണ്ടോ, നല്ല പാട്ട് കേൾക്കുന്നുണ്ടോ? ആ പാട്ടുകാർ പറയും ഞങ്ങൾ പാടാൻ തയ്യാറാണ്, മനുഷ്യന്മാർ കേൾക്കാറില്ല. വെറുതെ പറയുന്നതാണ്. നല്ല പാട്ട് പാടിയ ആര് കേൾക്കും? അങ്ങനെയൊക്കെയുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഹൃദയസ്പർശിയായ പാട്ടുകൾ ഉണ്ടാവണം. നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന കലകൾ ഉണ്ടാവണം. കോൽക്കളിക്ക് പാട്ട് അനിവാര്യമാണല്ലോ. എത്രയെത്ര പാട്ടുകളാണ് കോൽക്കളി. ആ ചുവടുകളൊക്കെ നമുക്കറിയാം. ഞാൻ പറയുന്നത് കാലത്തോട് സംസാരിച്ചു. കോൽക്കളിയിൽ ഇങ്ങനെ പറയായിരുന്നു, എസ് എൻ കോയക്കാന്റെ പാട്ടാണ് പണ്ട് കോൽക്കളിക്ക് പാടിയ പാട്ടാണ്. വീട്ടില്ല ടുപ്പിൽ തീയില്ല, വീടി വലിക്കാൻ വയ്യില്ല, പിക്ചർ കാണലൊഴിച്ചൂടാത്തൊരു കാലമായി പോയല്ലോ. ഇതൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ പറഞ്ഞാണ് പഴയ കാലത്ത് പാടുക. സ്വാതന്ത്ര്യ സമരകാലത്ത് അങ്ങനെയുള്ള പാട്ട് പാടി. ഇന്ന് സ്വാതന്ത്ര്യമല്ല, സമരത്തെക്കുറിച്ച്. 921 മാപ്പിളമ വെള്ളക്കാരോടേറ്റു പാടവേട്ടിയേ, കൊള്ളയും കോലയും പലതന്ന് മലനാട്ടിൽ കൊള്ളക്കാരും വെള്ളക്കാരും കാട്ടിയേ. ചരിത്രം പഠിപ്പിക്കുന്ന, അനുസ്മരിക്കുന്ന പാട്ടുകളാണ്. ഇന്ന് സമരത്തിന്റെ ആവശ്യമല്ല. പക്ഷേ സ്ത്രീധനം പോലെയുള്ള സമ്പ്രദായങ്ങൾ സജീവമായ കാലത്ത് KG സത്താർക്കയൊക്കെ പാടിയില്ലേ? പെണ്ണിനൊരു മാപ്പിള കിട്ടണമെങ്കിൽ സ്ത്രീധനം മുമ്പിൽ വെച്ചോ, പൊൻപണ്ടം വേണ്ടതൊക്കെ മുമ്പ് കരുതിക്കോ, ഉന്നത തറവാട്ടുകാരനെന്ന സമ്മതി നേടിക്കോ. ഈ 3 കാര്യം നല്ലൊരു ഈമാൻ കൊണ്ട് മനസ്സിൽ കുറിച്ചു. അന്ന് ഇത് കേട്ട് ആളുകൾ ആവേശപൂരിതരായി. സ്ത്രീധനത്തിനെതിരെയുള്ള സന്ദേശമാണ്. പൊന്നും മിന്നും താലിയുമാലകളേറെ ലഭിക്കാൻ ഞാൻ പെൺകുട്ടികളെ കെട്ടുകയില്ല ഈ കാലത്ത്. വേറൊരു പാട്ടുണ്ട്, ഒരു ബാപ്പയുടെ സങ്കടം. ദുരിതം നിറഞ്ഞ ഈ ജീവിതത്തിനെന്നെ കരകേറ്റി തരണം പടച്ചോനെ, എന്റെ കരളിൽ കാനിയായം പൂമോളെ കെട്ടിക്കാൻ വഴി കാണുന്നില്ല റഹ്മാനെ. സ്ത്രീധനം ഇന്നില്ല, ഇന്നാരും കണക്ക് പറഞ്ഞ് വാങ്ങാറില്ല. ഇന്നത്തെ മനുഷ്യൻ, ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കണം. ഇന്ന് കലകൾ കോൽക്കളിയായിരുന്നാലും മാപ്പിളപ്പാട്ടായിരുന്നാലും ഒപ്പനയായിരുന്നാലും സംസാരിക്കേണ്ടത് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ്. നമുക്കൊക്കെ അയൽവാസികളെ പോലും അറിയാതെയാണ് ജീവിക്കുന്നത്. ഞാൻ എൻ്റെ സ്കൂളിൽ പഠിച്ച കാലത്ത് എൻ്റെ പ്രായക്കാർക്കറിയാം, നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും, ഈ മാടമ്പള്ളിയിലെ മുഴുവൻ ആളുകളെയും എനിക്കറിയാം. മാറമ്പള്ളിയിൽ എനിക്ക് എൻ്റെ നാട്ടിലെ മുഴുവൻ ആളുകൾ, ഓരോ വീട്ടുകാരനെയും അറിയാം. അച്ഛനെ, അമ്മയെ, ഉമ്മയെ, ഉപ്പയെ, ഓരോ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ പഠിച്ചവരെ, മുമ്പ് പഠിച്ചവരെ, ശേഷം പഠിച്ചവരെ. ഒരു വീട്ടുപേര് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന കാരണവന്മാർക്കൊക്കെ പറയാൻ പറ്റും. നമ്മളെ മക്കൾക്ക് അത് പറ്റുമോ? എൻ്റെ കുട്ടിയൊക്കെ എൻ്റെ വീടിന് ചുറ്റുമുള്ള ഒരു 10 വീട്ടിലെ കുട്ടികളെ പേരും അവർ പഠിക്കുന്ന സ്കൂൾ ക്ലാസ് ഒന്നും അറിയില്ല. പണ്ട് നാട്ടിലെ ആരെവിടെ കോളേജിൽ പഠിക്കുന്നത് നമുക്കറിയാം. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ സദസ്സിൽ നമ്മുടെ പുതിയ തലമുറയിലെ ആളുകൾക്ക് അവരുടെ വീടിന് ചുറ്റുമുള്ള ഒരു 25 വീട്ടിലെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനവും ക്ലാസും പേരും പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാൽ ഞാൻ അവരെ ബഹുമാനിക്കും. അങ്ങനെ ആരെയും തിരിച്ചറിയാത്ത കാലത്ത് ഈ പാട്ടും കലയൊക്കെ സംസാരിക്കേണ്ടത് മനുഷ്യബന്ധങ്ങളെ കുറിച്ചാണ്. പണ്ടൊക്കെ നമ്മൾ കത്തെഴുതിയായിരുന്നു ബന്ധങ്ങളെ കുറിച്ച്. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുമാൻ സ്വന്തം ഭാര്യ. ഇത് വൈകത് പാട്ടൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളവും കോഴിക്കോട് വിമാനത്താവളമൊക്കെ വരുന്നതിനൊക്കെ ഗൾഫിൽ പോയാൽ 5 കൊല്ലം 6 കൊല്ലം കഴിഞ്ഞാൽ വരിക. ഇയാള് ഗൾഫിൽ പോയി ഉണ്ടാവും. മക്കള് 1-ാം വയസ്സിലെ ചിരിയോ 2-ാം വയസ്സിലെ കളിയോ കാണാനോ ഭാഗ്യമില്ലാതെ ഇയാൾ 5 കൊല്ലം ഗൾഫിൽ എപ്പോഴും ആരോ ഫോട്ടോ അയച്ചു കൊടുക്കണം. ഇപ്പൊ എയർപോർട്ട് ആരെ കണ്ടാൽ പറയും ഭാര്യക്ക് പനിയായിട്ട് വരുന്ന കാലമായിപ്പോ. അന്ന് 5 ഭാര്യ ഗർഭിണിയാകുമ്പോൾ ഇയാൾ ഗൾഫിൽ പോകും, മക്കളെ കാണുകയില്ല. ആരോ മരിച്ചാൽ വരാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മുടെ ബന്ധങ്ങളെ കൂട്ടിയണിക്കുന്ന കത്ത് പാട്ടുകളൊക്കെ അല്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെ ഏറെ പിരിശത്തിൽ നിന്നാണ് പറഞ്ഞത്. പോസ്റ്റ്മാനെ കാത്തിരുന്ന കാലം. ഇപ്പൊ പോസ്റ്റ്മാനൊന്നും കാത്തിരിക്കല്ല. പക്ഷെ വന്നാൽ തന്നെ പേടിയാ. കാരണം KSFB ബാങ്കിൽ നിന്ന് വരുന്ന കത്തുണ്ട്. കത്ത് വരാറില്ല അല്ലാതെയുള്ള കത്ത്. അങ്ങനെയുള്ളൊരു കാലത്താണ് കത്ത് വരുമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെയുള്ള കാലത്ത് നമ്മൾ തമ്മിൽ നല്ല ബന്ധമായിരുന്നില്ലേ? ഇന്നിപ്പോ ഈ സംസാരിക്കുന്നത് ലോകത്തെവിടെയും കേൾപ്പിക്കാനും കാണിക്കാനും സാധിക്കുന്ന ഒരു കാലമാണ്. മനുഷ്യബന്ധങ്ങളെ കൂട്ടണിക്കാൻ അന്ന് പാട്ടുകൾക്ക് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ SI നബിയുടെ കത്തുപാട്ട് ഒരു വരിയുണ്ട്. 2-4 വർഷം മുമ്പ് നിങ്ങൾ വന്നു, 8-10 നാളുകൾ മാത്രം വീട്ടിൽ നിന്നു,
അതിലുണ്ടായ ഒരു കുഞ്ഞിനും 3 വയസ്സായിന്ന്. അവനെന്നും ചോദിക്കും ബാപ്പായ വീടെന്ന്. ഓടിച്ചാടി കാണിക്കും മോൻ ബാപ്പാനെ. മാടി മാടി വീണിക്കും. അത് കാണുമ്പോൾ ഉടഞ്ഞിടും ഇടനെഞ്ച് പിടഞ്ഞിടും. പൂക്കുഞ്ഞി പൈതലല്ലേ ആ മുഖം കാണാൻ പൂരി നിങ്ങൾക്കുമില്ലേ? ഈ പാട്ട് കേട്ട് അന്തം വിട്ട് ഗൾഫ് നാട്ടിലേക്ക് വന്ന മനുഷ്യന്മാരുണ്ട്. ഇപ്പോഴോ നമ്മൾ ആ പാട്ടിനെ കുറിച്ച് ആ പാട്ട് പാടാൻ നല്ല വാങ്ങി പറയുന്നത്. ഒരു ബന്ധവും ഒരു സൗകര്യത്തെ കാലത്ത് നമ്മളല്ല ബന്ധമായിരുന്നു. ഇപ്പോ എപ്പോഴും കണ്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരും മക്കളൊക്കെ തമ്മിലുള്ള ബന്ധം, അയൽവാസികളുടെ ബന്ധം എന്താണ്? അതുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണാൻ ആ സന്ദേശമാണ് കഥകൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. PT അബ്ദുറഹിമാനൊക്കെ എഴുതി 40 കൊല്ലം മുമ്പ്. എന്തായാലും അറിയോ? 30 കൊല്ലം മുമ്പ്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്. അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്. അതിൽ വേഗം നിസ്കാര പായാവിരിക്ക്. പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി. പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട. പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി. പടപ്പ് പടപ്പോട് ഇഷ്ടത്തിൽ നിന്നോളി. പടപ്പ് പടപ്പോട് സ്നേഹത്തിൽ നിന്നോളിയൊക്കെ പാട്ട് പാടാം. പക്ഷെ പിരിശെന്ന് പറയുമ്പോൾ അതിനേക്കാൾ കുറച്ച് അടുപ്പമുണ്ട്, അല്ലേ? അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഈ കലകൾ ചെയ്യുന്ന വലിയൊരു ധർമ്മം. അപ്പോ ഞാൻ അവസാനിപ്പിക്കുന്ന ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട്, മനുഷ്യനെ മനുഷ്യനായി കാണാൻ പട്ടാപ്പകൽ ചുട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവാകെ ചുറ്റി നടന്നു ഞാൻ മനുഷ്യനെ കണ്ടില്ല എന്ന് പൊന്നാനിയിലെ KV അബൂക്കർ ഉസ്താദ് പാടി. അതിൻ്റെ അർത്ഥം അദ്ദേഹം ഭ്രാന്തനായതുകൊണ്ടല്ലേ, പട്ടാപ്പകൽ ചൂട്ടും മിന്നിക്കാൻ. ഇപ്പോൾ ചൂട്ടിനേക്കാൾ വിളിച്ചുകൊണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞെന്തെന്നറിയോ? ഒരു മനുഷ്യനെ കാണാൻ അറിയാം. മർത്യന്റെ നേരെ തുറക്കാത്ത കണ്ണുകൾ മാനത്തെ തേടുന്നതാരെയാരേ? മണ്ണിന്റെ കണ്ണീരിൽ അലിയാത്ത കൽവിന് മന്നാന്റെ കാരുണ്യം ദൂരെ ദൂരെ. മണ്ണിന്റെ കണ്ണീരിൽ അലിയാത്ത കൽവിന് മന്നാന്റെ കാരുണ്യം ദൂരെ ദൂരെ. മതം മതിലല്ലെന്നറിയൂ നീ സോദരാ, അത് മാനവ സ്നേഹത്തിൻ താഴ്വര. മതം മതിലല്ലെന്നറിയൂ നീ സോദരാ, അത് മാനവ സ്നേഹത്തിൻ താഴ്വര. അങ്ങനെ മാനവ സ്നേഹത്തിന്റെ താഴ്വരയായി നിങ്ങൾ ഈ ചിലമ്പുലി എന്ന പരിപാടിയും ബിസ്മില്ലാ കോൽക്കളി സംഘവും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സദസ്സിന് ഈ എൻ്റെ പ്രസംഗിക്കുന്നവർക്ക് ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു. ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം അറിയിക്കുന്നു. സമയം എടുത്തു പോയി ക്ഷമിക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ആഘോഷ പരിപാടികൾക്കൊപ്പം ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 9497861160. V1 ആലുവ നിങ്ങൾക്കൊപ്പം. V1 ആലുവ, V1 ആലുവ, എൻ്റെ ആലുവ അതിൻ്റെ അഭിമാനം.